ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അസ മീഡിയ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൊണ്ട് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ടോപ്പ് 4 ഓഫ്ലൈൻ ഗെയിംസ്. പക്ഷേ അത് വെറും ഓഫ്ലൈൻ ഗെയിംസ് അല്ല, നമുക്ക് ഓരോ ഫ്രഷ് ടൈമിൽ ഓരോന്ന് കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നൊരു 4 ഓഫ്ലൈൻ ഗെയിംസ് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ആദ്യം തന്നെ പറയുന്ന ഗെയിമാണ് സോംബി ക്യാച്ചേഴ്സ്. ഇത് നിങ്ങൾ പലരും ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും കളിക്കുന്നൊരു ഗെയിം തന്നെയായിരിക്കും സോംബി ക്യാച്ചേഴ്സ്. നമുക്ക് ഒരു പ്രത്യേക ഒരു ടൈമിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഓഫ്ലൈൻ ഗെയിം തന്നെയാണ് സോംബി ക്യാച്ചേഴ്സ്. നമുക്ക് ഓരോ കുറേ മിഷ്യൻസാണ് ഇതിൽ നമുക്ക് കുറേ ഉണ്ടാകുന്നത്. പിന്നെ ലെവലുകളുണ്ട്. അങ്ങനെ എന്താണ് ഗെയിം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ സ്ഥലം. സ്വാമ്പ്, അങ്ങനെ ബീച്ച്, അങ്ങനെ സ്നോ, അങ്ങനെ കുറേ ലെവലുകൾ അടക്കം 82 ലെവലാണ് നമ്മൾ മാക്സിമം ഉള്ളത്. നിങ്ങൾക്ക് ഇത് ഡ്രോണിന് സോംബികളെ കണ്ടുപിടിച്ച് നമ്മൾ സോംബികളെ പിടിക്കാൻ പോവുക. എന്നിട്ട് നേരെ ഇത് ജ്യൂസ്, ആ സോംബികളെ ഓരോ ജ്യൂസാക്കിയിട്ട് ഇങ്ങനെ വിൽക്കുകയാണ്. അതിൽ കിട്ടുന്ന പൈസ അനുസരിച്ച് നമുക്ക് ഓരോന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതേപോലെ എക്യുപ്മെൻറ്റിൽ ഓരോ ഗൺസ്, പിന്നെ നമുക്ക് വേണ്ട ക്യാപ്പോ മാസ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ. രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ആർക്കും അറിയാത്തൊന്നുമില്ല, സബ്വേ സർഫേഴ്സ്. ഇത് വെച്ചാൽ നമുക്ക് ബോറടിക്കുമ്പോൾ കളിക്കാവുന്ന ഒരു ഗെയിം തന്നെയാണ്. എനിക്കൊരു ഓഫ്ലൈൻ ഗെയിമാണ്. ഇത് നെറ്റ് ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ കുറേ ക്യാരക്ടേഴ്സ്, കുറേ സ്കേറ്റിംഗ് ബോർഡ്, അങ്ങനെയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ കളിക്കാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ. അങ്ങനെ ഓടുന്നു, കോയിൻസ് എടുക്കാതെ മാക്സിമം ഹൈ സ്കോർ റെക്കോർഡ് അങ്ങനെയൊക്കെ ഇതിലുള്ളതാണ്. നമുക്ക് ഓരോ പാത്തുകളായിട്ടാണ് തരുന്നത്, നമ്മളിതൊക്കെ കിടക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഗെയിം. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ഓഫ്ലൈൻ ഗെയിമായിട്ട് എനിക്ക് കാണുന്നു. മൂന്നാമത്തെ ഗെയിമായിട്ട് വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് വേർഡ്, അതായത് വേർഡുകൾ കണക്ട് ചെയ്യുന്നൊരു ഗെയിമാണ്. ഇത് നമുക്ക് പ്രത്യേക സാഹചര്യത്തിലാണ് കളിക്കാൻ തോന്നുന്നത്. നമ്മളൊരു കൂളായിട്ട്, അതായത് നമ്മൾ ഫുൾ റഫായിട്ടുള്ള മൈൻഡിലാണ് നിൽക്കുന്നത്, നമുക്ക് കൂളാക്കാനും നമുക്ക് വേണമെങ്കിൽ ഈ ഗെയിം കളിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ലെവലുകളുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഓരോ ലെവലിൽ ഓരോ വേർഡുകൾ കണ്ടുപിടിക്കണം. ഇങ്ങനെ 5 വേർഡുകളായിരിക്കും. ഇത് നമ്മൾ വേർഡുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇങ്ങനെ ബോട്ട്, റോബോട്ട്, ഇങ്ങനെ കണ്ടുപിടിച്ച് കുറേ, ഇപ്പം ഞാൻ 36ാമത്തെ ലെവലിലാണ്. അങ്ങനെ കുറേ ലെവലുകൾ ഉണ്ടാവും. ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് വെച്ചാൽ നമുക്കൊരു കൂളായിട്ടുള്ള മൈൻഡ് ആക്കാവുന്നതാണ്. നമുക്ക് പല സാഹചര്യത്തിലും ബോറടിക്കുമ്പോൾ എന്നല്ല, നമുക്ക് മൈൻഡ് കൂളാക്കാനും മൈൻഡ് റീഫ്രഷ് ആക്കാനും ഈ ഒരു ഗെയിം നല്ലതാണ്, ഞാൻ കളിച്ചതനുസരിച്ച്. ഇപ്പോൾ ഫൈനലി നമ്മുടെ 4ാമത്തെ ഗെയിമാണ്, പലർക്കും അറിയായിരിക്കും, മൈൻക്രാഫ്റ്റ് എന്നുള്ളൊരു ഗെയിമാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. പ്ലേ സ്റ്റോറിൽ ഇത് ക്യാഷ് പ്രൈസ് എടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ വേറെ വീഡിയോയിൽ എടുക്കാം. ക്രോം വഴി അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് പല യൂട്യൂബേഴ്സും കളിക്കുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇത് നെറ്റ് ഉപയോഗിച്ചും കളിക്കാൻ നെറ്റ് ആവശ്യമില്ലാതെ നമുക്ക് കളിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഗെയിമെന്ന് പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. നമ്മുടെ ഈ വേൾഡ്സ്, ഫ്രണ്ട്സ്, സെർവേഴ്സ്, അങ്ങനെ 3 സെക്ടർ ഉണ്ടാവുക. സെർവേഴ്സിലാണ് നമുക്ക് നെറ്റ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് സെർവർ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്ത് മാക്സിമം 20 ഫ്രണ്ട്സിനെ ആഡ് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ് സെർവറിൽ. അങ്ങനെ വേൾഡിലാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് കളിക്കാവുന്നത്. നമുക്ക് ഏത് വേൾഡ് ഉണ്ടാക്കാം. ഇൻഫിനിറ്റിയാണ് ഈ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് ഇതിൻ്റെ വലിയൊരു രസം. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, പല സ്ഥലങ്ങളുണ്ടാകും, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് മൈൻക്രാഫ്റ്റ്. കളിക്കുമ്പോൾ വേറൊരു രസം തന്നെയാണ്. നമുക്ക് പലതും ക്രിയേറ്റ് ചെയ്യാനും ഒറ്റയ്ക്ക് ഉണ്ടാക്കാനും നമുക്ക് തോന്നുന്നതാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഗെയിമൊന്നുമല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗെയിം തന്നെയാണ് മൈൻക്രാഫ്റ്റ്. കാരണം അതൊരു വെറൈറ്റിയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാവുന്നതാണ്. സർവൈവലായിട്ടും ക്രിയേറ്റീവായിട്ടും. നമുക്ക് 2 മോഡ്സാണുള്ളത്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അത്രയും എത്തിക്കുന്നത്. ക്രിയേറ്റീവ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കുക. അത് ഫുൾ ഹാക്ക് പോലെയാണ് അങ്ങനെയാണ് എടുക്കുന്നത്. അത് മൈൻക്രാഫ്റ്റ് കുറച്ചും കൂടി നല്ലൊരു ഓഫ്ലൈൻ ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഗെയിംസുകളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ഓഫ്ലൈൻ ഗെയിംസ് തന്നെയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.